ഇംഗ്ലീഷ് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. അത് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ, മറ്റു അവസരങ്ങളൊക്കെ തുറന്നു ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ, അത് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. യൂട്യൂബിൽ ക്ലാസ്സുകൾ കേൾക്കുക, എന്നിട്ട് പഠിക്കുക. പക്ഷെ അതിനൊന്നും ഒരു തുടർച്ച ലഭിക്കാറില്ല. അതോടൊപ്പം തന്നെ വാട്സപ്പിലൂടെയും ഓഫ്ലൈനും ഓൺലൈനായിട്ടൊക്കെ വരുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ, അത് പലതും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിനൊരു ആത്മവിശ്വാസക്കുറവ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് 2-3 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കോഴ്സുകൾ ചെയ്തിട്ട് എനിക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു പുസ്തകം കാണുന്നത്, ഇംഗ്ലീഷ് ഈസ് ഈസി എന്നുള്ളത്. അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ എന്നവരാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ എഡിറ്റർ വിജയമോഹനനാണ്. നമ്മളെ എറണാകുളം മഹാരാജാസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറാണ് അദ്ദേഹമാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 3ാമത്തെ പതിപ്പാണ്. ഇതിൻ്റെ 1ാമത്തെ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത് 2011, രണ്ടാമത്തെ പതിപ്പ് 2015, 3ാമത്തത് 2019. ഇങ്ങനെ 3 പതിപ്പുകളാണ് ഇറങ്ങിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതാ കാണുന്നത്. എൻ്റെ കയ്യിലുള്ളത് 3ാമത്തെ പതിപ്പാണ്. അതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇതുവരെ വായിച്ച് തുടങ്ങിയിട്ടില്ല. അങ്ങനെ വായിച്ച് തുടങ്ങുകയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 750 രൂപയാണ്. ഏകദേശം ഒരു 550ഓളം പേജുണ്ട്. 550ഓളം പേജുള്ള വലിയൊരു നല്ല കട്ടിയുള്ളൊരു പുസ്തകമാണ്. 550ഓളം പേജ് വലിയൊരു കട്ടിയുള്ള പുസ്തകമാണ്. ഇതിന് സന്ദേശം തട്ടില് അന്നത്തെ 2015 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന 2015 ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുൾ റബ്ബാണ് ഇതിന് സന്ദേശം നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഗ്രന്ഥകാരൻ ഇതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനറാണ്. അദ്ദേഹം നിയമത്തിലാണ്, LLB ആണ്, അഡ്വക്കേറ്റാണ്. അതിലാണ് ബിരുദം എടുത്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ മനഃശാസ്ത്രത്തോട് ഭയങ്കര താല്പര്യമുണ്ട്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അതായതൊക്കെ വെച്ചാൽ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, TA, ട്രാൻസാക്ഷണൽ അനലൈസ്, CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, REBT, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ESP, എക്സ്ട്രാ സെൻസറി പവർ, മെഡിറ്റേഷൻ, യോഗ, പ്രാണിക് ഹീലിംഗ്, തീറ്റ ഹീലിംഗ്, സിൽവ അൾട്രാമൈൻഡ് സിസ്റ്റം. ഇങ്ങനെ പല കോഴ്സുകൾ ഇന്ത്യക്ക് അകത്തും പുറത്തായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് TV ചാനലുകളിൽ അദ്ദേഹം വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം 23 വർഷം, അതായത് 2011 ഈ പുസ്തകം ഇറങ്ങുന്നത്, അന്ന് ഇതായിരിക്കും 23 വർഷം മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് നിരവധി ട്രെയിനുകളും സെമിനാറുകളും നടത്തുന്നുണ്ട്. അപ്പോൾ 2011 23 വർഷം പറഞ്ഞാൽ ഇപ്പോൾ അതിലേക്കൊരു 14 വർഷം കൂടി കൂട്ടുണ്ടാവും. അപ്പോൾ 37 വർഷമായി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുന്നത്. ഈ പുസ്തകം പഠിക്കുന്നതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് നല്ല കോൺഫിഡൻസിൽ, നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും അത് എഴുതാനും വായിക്കാനൊക്കെ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ മുന്നോട്ട് പോവാം. ഇതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ചീഫ് എഡിറ്ററായ അദ്ദേഹം തന്നെയാണ്, വിജയമോഹൻ സാറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അത്ഭുതം, അത്യാത്ഭുതം, അതിവിസ്മയകരം, അനിതര സാധാരണം, പിന്നെ ഒരുപാട് വിശേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഉറപ്പ് പറയുന്നത്, ഈ ഗ്രന്ഥകർത്താവ് ഈ അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ അദ്ദേഹം നിങ്ങൾക്ക് എന്തായാലും അതിന് ഇദ്ദേഹവും ഗ്യാരണ്ടി നൽകുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇതിൽ ആവർത്തിച്ചൊരു പ്രത്യേക കാര്യം പറയുന്നത്, ഇതിൽ ഉപയോഗിച്ച ട്രിക്ക്, റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് മാസ്റ്ററി. അതായത് നമ്മൾ ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒരു വിഷയം ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ. ആവർത്തനമാണ് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് എന്നുള്ളത് ആണ്. അങ്ങനെ ഒരു തിയറിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പറയുന്നുണ്ട് ഈ അവതാരികയിൽ. അങ്ങനെ ഇത് 11 സെക്ഷനുകളായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ വളരെ വിശാലമായിട്ടൊരു ഒരു ഒന്നര പേജോളം നിന്നുന്ന വലിയൊരു അവതാരികയാണ്. അദ്ദേഹം ഇതിൻ്റെ ആവശ്യകത, ഇംഗ്ലീഷ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇതിൽ കൊടുത്ത മെത്തേഡുകളെ കുറിച്ചൊക്കെ വളരെ ഷോർട്ടായിട്ട് ചുരുക്കി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആമുഖം. ഏതായിരുന്നാലും ഇത് ഞാനിങ്ങനെ വായിച്ച് തുടങ്ങുകയാണ്.
അപ്പോൾ ഏതായാലും വായിക്കുകയാണ്, പഠിക്കുകയാണ്, ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രസമാവുമല്ലോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ട് യൂട്യൂബിൽ ചെയ്യുന്നത്. വീഡിയോ ഒക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഓരോ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഓരോ വീഡിയോ ആക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾക്ക് കൂടാം. ഒഴിവിനനുസരിച്ച് കൃത്യമായിട്ട് വരും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി പഠിക്കുന്നത് അന്നാന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം.